ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ സർവീസിൽ അവരെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഹിഡൻ ചാർജ് വരുമെന്ന് വെച്ചാൽ വരില്ല. ഇപ്പോൾ ഓസ്ട്രേലിയ എന്തെങ്കിലും നിയമം മാറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സർവീസ് ചാർജ് അവരടുത്ത് വളരെ കൃത്യമായിട്ട് ഇൻവോയ്സ് കൊടുത്ത് നമ്മൾ വാങ്ങുകയും അങ്ങനെ ചെയ്യാവുള്ളൂ. നിയമപരമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാവുള്ളൂ അതിനുശേഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റായിട്ട് വരുന്ന ഫീസുകളെല്ലാം ഏതാണോ ഗവൺമെൻറ് ഫീസ് ആർക്ക് സൈറ്റിൽ നോക്കിയാലും അറിയാൻ പറ്റും. അതിന് ഭയങ്കരമായിട്ട് നോളജൊന്നും വേണമെന്നില്ല. അത് ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പോയാൽ ഓരോ വിസയ്ക്കും ഏതൊക്കെയാണ് ഫീസ് വരുന്നത്, സ്കിൽ അസസ്സിന് എത്ര ഫീസ് വരും, ഇതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫീസ് മാത്രമായിരിക്കും നമ്മളായിട്ട് ബന്ധപ്പെട്ട് സർവീസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത്. എക്സ്ട്രാ നമ്മളുടെ സർവീസ് ചാർജ് ഒരു എക്സ്ട്രാ നമ്മൾ ആ പേപ്പർ വർക്കും കാര്യങ്ങളും നമ്മുടെ ലോയറിൻ്റെ ഫീസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫീസ് ഉണ്ടാവും. ബാക്കി ഗവൺമെൻറ്റിന് എന്ത് ഫീസാണോ അതേ ഫീസായിരിക്കും നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് മൈഗ്രേഷൻ ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ വാങ്ങുക. അല്ലാതെ ഒരു ഹിഡൻ ഫീസും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നതല്ല.